ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ഞാനിതിനായിട്ട് 1 കിലോ ചിക്കനാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഞാനതിനകത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 1 ഇഞ്ച് പട്ട, കുറച്ച് ഗ്രാമ്പൂ, ഏലക്ക എല്ലാം കൂടെ ഇതിനകത്ത് കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് വരും. തീ കുറച്ച് കൂട്ടി വെച്ചതിന് ശേഷം ഞാനിതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതിനായിട്ട് ഒരു 3 സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 1 കിലോ ചിക്കന് ഞാൻ 3 സവാളയാണ്, ഒരു മീഡിയം സൈസിലുള്ള 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ച് പച്ചമുളക് ചതച്ച പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. അതിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനിവിടെ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. തക്കാളി, കറിവേപ്പില രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതെല്ലാം കൂടെ എണ്ണയിൽ കിടന്ന് നല്ല രീതിയിലൊന്ന് വേവണം. അതിന് നമ്മൾ വേവാനായിട്ട് അടച്ച് വെച്ച് നല്ല രീതിയിൽ വേവിക്കണം. അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പിന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ചിക്കനെല്ലാം ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് അതിനെ അടച്ച് വെച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ ഉപ്പിടുന്ന കാണിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ, സോറി. അപ്പോൾ ഉപ്പ് കൂടെ ഇട്ട് നല്ല രീതിയിൽ വഴറ്റി എടുക്കണം. ഇതിനകത്ത് വെള്ളം ഉണ്ടല്ലോ ചിക്കനകത്ത്, ആ വെള്ളത്തിൽ കിടന്ന് തന്നെ അത് വെന്ത് റെഡിയാവും. അതിന് നമ്മൾ അടച്ച് വെച്ച് അതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് മസാല ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി എല്ലാം കൂടെ ചൂടാക്കിയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോഴത്തേന് നമ്മൾ ആ മസാലകൾ ആ പച്ച മണം ഒന്ന് മാറും. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ കറി വയ്ക്കുമ്പോഴത്തേന് നല്ല ടേസ്റ്റാണ്. അപ്പം മസാലകളെല്ലാം ചിക്കനകത്ത് നല്ല രീതിയിൽ പിടിക്കുകയും ചെയ്യും. അതിനായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഇനി നമുക്കിതിനെ വീണ്ടും അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിക്കാം. അതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അങ്ങനെ ഉപ്പ് കൂടെ ഇട്ട് പിന്നെ ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഇവിടെ പച്ചവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്, നമ്മളെ കറിയുടെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് നമ്മൾ വെള്ളം ചൂടാക്കി തിളപ്പിച്ചതിന് ശേഷം അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിനെ വീണ്ടും അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിക്കണം കേട്ടോ. അപ്പം നമ്മുടെ കറി ഏകദേശം ആയിക്കഴിഞ്ഞു. ഏകദേശമല്ല, ഫുള്ളും കറി വെന്ത് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, നമ്മളെ ചിക്കനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക്